CPM ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി മുതുകുളത്ത് സെമിനാർ സംഘടിപ്പിച്ചു. ആഗോളീകരണത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ എന്ന വിഷയത്തെ അധികരിച്ചുള്ള സെമിനാർ മുൻ മന്ത്രിയും CPM നേതാവുമായ ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് മുഖ്യപ്രഭാഷണം നടത്തി. CPM ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ആഗോളീകരണത്തിന്റെ സാമൂഹിക സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ എന്ന വിഷയത്തെ അധികരിച്ച് മുതുകുളത്ത് സെമിനാർ നടന്നു. മുതുകുളം KV സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സെമിനാർ നടന്നത്. മുൻമന്ത്രിയും CPM നേതാവുമായ ജി സുധാകരൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ നവ ഉദാരവൽക്കരണത്തിന്റെ ഗുണം ലഭിച്ചതും സ്വകാര്യവൽക്കരണത്തിലൂടെ നേട്ടം കൊയ്തതും മുതലാളി വർഗമാണെന്ന് ജി സുധാകരൻ പറഞ്ഞു. അതാണ് ഇപ്പോൾ നല്ലത്. ഇന്ത്യയിലെ കാര്യങ്ങൾ ഇന്ത്യ ഗവൺമെന്റിന് പാർലമെന്റിലോ അസംബ്ലികളിലോ അല്ലെങ്കിൽ ഗവൺമെന്റ് പോലും തീരുമാനിക്കും. അപ്പോൾ നമ്മൾ സടകുടഞ്ഞ് എഴുതേക്കണം. ഇതൊരു വർഗീയമായ മതപരമായ കാര്യമല്ല. സാമ്രാജ്യത്വം മൂന്നാം ലോക രാജ്യങ്ങളുടെ മേലുള്ള അധിനിവേശത്തിന്റെ ഭാഗമാണ്. അതിന് ഇസ്രായേലിനോട് ഉപയോഗിക്കുന്നത് മാത്രമേ. ഇസ്രായേലിന് തക്ക ശിക്ഷ കൊടുക്കാൻ ലോക രാജ്യങ്ങളെ ഉണർത്തേണ്ടതായിട്ടുണ്ട്. ചൈനയെ അനുവദിക്കില്ല. സോവിയറ്റ് ചെയ്തവണെന്ന് ചൈന ചെയ്തിട്ടില്ല. മറ്റു രാജ്യങ്ങളും കോൺഗ്രസ് ആണ് നവ ഉദാരവൽക്കരണം കൊണ്ടുവന്നത്. ഇത് തുടർന്നു കൊണ്ടുപോകാനാണ് പിന്നീട് അധികാരത്തിൽ വന്ന BJPയും ശ്രമിച്ചത്. ജനങ്ങളുടെ ക്ഷേമമല്ല ഇവരുടെ രണ്ടുപേരുടെയും ലക്ഷ്യമെന്നും ജി സുധാകരൻ പറഞ്ഞു. മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് സെമിനാറിൽ മുഖ്യപ്രഭാഷണം നടത്തി. ചോദ്യമുണ്ടാവും. ആകെ രാജ്യ 123 രാജ്യങ്ങളുടെ പട്ടികയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അത് 105ാമത്തെ സ്ഥാനത്ത് കിടക്കുകയാണ്. സന്തോഷത്തോടുകൂടി എല്ലാ CPM പറഞ്ഞു. സമ്പൽ സമൃദ്ധമായ ഇന്ത്യ ദാരിദ്ര്യത്തിൽ 105ാം സ്ഥാനത്ത് കിടക്കുന്നത് വേദനയോടെയാണ് പറയുന്നത്. ഒരേ ഒരൊറ്റ കാരണം തെറ്റായ സാമ്പത്തിക നയമാണ്. ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് CPIM മാത്രമാണ്. 91-ൽ ഈ നയം ആരംഭിക്കുന്ന അന്ന് CPIM ഇങ്ങനൊരവസ്ഥ ഇന്ത്യക്ക് ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പ്രവചനമല്ല, കവിടി വെച്ചുള്ള പ്രവചനമല്ല. അത് പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള കണ്ടെത്തലാണ്. അത് യാഥാർത്ഥ്യമായിരിക്കും. 105ാം സ്ഥാനത്തേക്ക് ശരി. ഒരു കണക്കിലൂടെ രാജ്യം വളരുകയാണോ തളരുകയാണോ എന്ന് മനസ്സിലാക്കിയിരുന്നു. രണ്ടാമത്തെ പറ്റും ഒരു രാജ്യത്തിലെ വളർച്ച എന്ന് പറയുന്നത് ദാരിദ്ര്യം കുറയുന്നതോടൊപ്പം തന്നെ മനുഷ്യ വിഭവത്തെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. പ്രകൃതി വിഭവത്തെ ഉപയോഗിക്കുന്ന വേറെ കണക്കുകളുണ്ട്. മനുഷ്യ വിഭവത്തെ എങ്ങനെ ഉപയോഗിക്കുന്നു? മനുഷ്യ വിഭവം ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രാജ്യമാണ് ഏറ്റവും വികസിത രാജ്യം. ആ രാജ്യം അങ്ങനെ അളക്കുന്നത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ്, HDI, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. അതിനും ഇതുപോലെ റാങ്ക് ലിസ്റ്റ് ഉണ്ട്. ആ റാങ്ക് ലിസ്റ്റ് ഇന്ത്യയുടെ സ്ഥാനത്തിലാണെന്നറിയാമോ? 180 രാജ്യങ്ങളുടെ പട്ടികയിൽ 132ാമത്തെ സ്ഥാനത്താണ് നിൽക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഇന്ത്യ. വേദനയോടെ പറയുന്നു, ആഗോളീകരണത്തിലൂടെ രാജ്യത്തെ മുന്നിലെത്തിക്കുമെന്ന് പറഞ്ഞവർ ഇതിന് മറുപടി പറയണം. ഇന്ത്യ 3ാമത്തെയും 4ാമത്തെയായി മാറുന്നു എന്ന് പറയുന്ന BJP ഇതിന് മറുപടി പറയണം. എവിടെ നിൽക്കുന്നു ഇന്ത്യ? 132ാം സ്ഥാനം. ലോകത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യവിഭവമുള്ള രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ്. ഏറ്റവും സാർത്ഥകമായ മനുഷ്യവിഭവമുള്ള രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ്. ആ രാജ്യം മനുഷ്യവിഭവ സൂചികയിൽ 132. ഗൂഗിളിൽ നോക്കിക്കോളൂ. ഇത് ഇന്റർനാഷണൽ ഡാറ്റയാണ്. ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. 1991 ഇന്ത്യയുടെ കറുത്ത വർഷമാണെന്ന് പ്രൊഫസർ സി രവീന്ദ്രനാഥ് പറഞ്ഞു. അന്ന് ധനകാര്യമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന നവലിബറൽ സാമ്പത്തിക നയങ്ങളാണ് ഇന്ത്യയുടെ തനിമയെല്ലാം നഷ്ടപ്പെടുത്തുന്നതിന് തുടക്കം കുറിച്ചത്. ഈ നയങ്ങൾ അതേപടി നടപ്പാക്കുന്ന BJP രാജ്യത്തിന് വലിയ ആഘാതം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണെന്നും സി രവീന്ദ്രനാഥ് പറഞ്ഞു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് KH ബാബുജാൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എ മഹേന്ദ്രൻ, M സത്യപാലൻ, ജില്ലാ കമ്മിറ്റി അംഗം TK ദേവകുമാർ, കാർത്തികപ്പള്ളി ഏരിയ സെക്രട്ടറി K വിജയകുമാർ, കാർത്തികപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി CNN നമ്പി, TS താഹ, KS ഷാനി, N ദേവാനുജൻ, K വാമദേവൻ, B ബേബി തുടങ്ങിയവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ്, മുതുകുളം.